എൻ്റെ പൊന്നു ചങ്ങായി, അവസാനം നമ്മൾ രണ്ടുപേരും മാത്രമായില്ലേ? എന്തൊക്കെയായിരുന്നു? പെണ്ണ് കാണല്, കല്യാണം ഉറപ്പീര്, കല്യാണം നീണ്ടുപോയെന്ന് പറഞ്ഞ് ബഹളം, പിന്നെ കല്യാണം, വളയിടല്, ആദ്യ രാത്രി, പിന്നെ കുറേ രാത്രി, കലഹം, അടിപിടി, കോടതി, പിന്നെ ഡിവോഴ്സ്. ഇറങ്ങിപ്പോയിട്ട് ആൾക്കാരെ ഒന്ന് ഫോണിൽ പോലും വിളിക്കാൻ തോന്നിയില്ലല്ലോ. എല്ലാം അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, വിരോധമൊന്നും തോന്നരുത്. ഇതൊന്നും പോരായിട്ട് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലോട്ട് വന്ന് കയറിയത്? നിനക്ക് മരമായിട്ട് എവിടെയെങ്കിലും കാറ്റുകൊണ്ട് നിന്നാ പോരായിരുന്നു? എവിടെയെങ്കിലും മരമായിട്ട് നിന്നാ പോരായിരുന്നു. മരമായിട്ട് നിന്ന എന്നെ വെട്ടിക്കൂട്ടി എല്ലാത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തിയതും പോരാ, ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാരൻ ഞാൻ. അവൾ ഇറങ്ങിപ്പോയപ്പോ നിനക്ക് തിരിച്ചു വിളിച്ചുകൂടായിരുന്നു? നാട്ടിൽ വന്നപ്പോ പോയി കണ്ടുകൂടായിരുന്നു? അതൊന്നും ചെയ്തില്ല. അവസാനം ഒരു കാര്യവുമില്ലാതെ ഈഗോ അടിച്ച് ഡൈവോഴ്സായി രണ്ടുപേരും പുരപ്പുറത്തായി. ഞാൻ ഈ തെങ്ങിൻ ചോട്ടിലും. സ്വാതി ഇതൊരു അൺഒഫീഷ്യൽ പെണ്ണുകളാണ്, അതുകൊണ്ടാണ് ഈ കഫേയിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ചത്. സി വി ബോത്ത് ആർ ഡിവോഴ്സ്ഡ് ആൻഡ് ഫ്രം ദ സെയിം പ്രൊഫഷൻ. ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മമ്മിക്ക് സ്വാതി ഇഷ്ടമായി. ഇനി സ്വാതിക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വീട്ടുകാരെ കൂട്ടി വന്ന് വി ക്യാൻ പ്രൊസീഡ്. സ്വാതി എന്ത് പറയുന്നു? ചെറുക്കന് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നമ്മൾ കാരണവന്മാർ വേണമല്ലോ ഇതിനൊക്കെ മുൻകൈ എടുക്കാൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ മറ്റേ കൊച്ചിന്റെ കല്യാണത്തിന്റെ 2 ദിവസം മുമ്പെങ്കിലും ഞങ്ങളുടെ ചെറുക്കന്റെ കല്യാണം നടത്തണം. അത് ഞങ്ങളുടെ ഒരേ ഒരു വാശിയാണ്. അതിനെന്താ, നടത്താലോ. മോളെ ചായ എടുത്തോ. മോള് കുഴപ്പമില്ലെന്നാ തോന്നുന്നത്, പക്ഷെ തള്ളി ഇത്തിരി മോശമായിട്ടയാ. അതെ. തെങ്ങിന്റെ ചോട്ടിൽ ഒരലമാര പോരാ ഇവിടെ. ഇനി ഒന്നുകൂടെ വേണോ നിനക്ക്? മണ്ട ചിരോമണി. അലമാരയും കട്ടിലും തൊട്ടിലും ഒന്നല്ല ജീവിതം. അതറിയണമെങ്കിൽ ജീവിച്ചു തന്നെ തീർക്കണം. തോക്കാൻ എന്തായാലും ഞാൻ തയ്യാറില്ല. വരുന്നോ?